tuned to Malayali Reporter Australia for social, political and entertainment news. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. റൈസിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ പൂർണ്ണമായി കത്തിനശിച്ചതായി കണ്ടെത്തി. വിദേശകാര്യമന്ത്രി അബ്ദുള്ളാഹിയാൻ, പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മതി, ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി എന്നിവരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും. മഴയും മൂടൽമഞ്ഞും രക്ഷാപ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായിരുന്നു. ഇതിനിടയിൽ രക്ഷാദൌത്യത്തിന് സഹായവുമായി റഷ്യയും തുർക്കിയും രംഗത്തെത്തി. അസർബൈജാൻ ഇറാൻ അതിർത്തിയിലെ മലനിരക്കുകളിലാണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. വിക്ടോറിയയിലെ നഴ്സുമാർ പുതിയ ശമ്പള ഓഫർ നിരസിച്ചതായി റിപ്പോർട്ട്. അലൻ ഗവൺമെന്റുമായി ഒരു തത്വാധിഷ്ഠിത കരാർ സമ്മതിച്ചതിനു ശേഷമാണ് യൂണിയനെ ഞെട്ടിച്ചുകൊണ്ട് നഴ്സുമാർ പുതിയ ശമ്പള ഓഫർ നിരസിക്കാൻ വോട്ട് ചെയ്തത്. ഓസ്ട്രേലിയൻ നഴ്സസ് ആൻഡ് മിഡ്വൈഫറി ഫെഡറേഷനുമായി സർക്കാർ ധാരണയുണ്ടാക്കിയതിനെ തുടർന്ന് 4 ആശുപത്രി കിടക്കകളിൽ 1 അടച്ചുപൂട്ടലും ശസ്ത്രക്രിയകൾ റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള വ്യാവസായിക നടപടികൾ വെള്ളിയാഴ്ച താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. എന്നാൽ വിക്ടോറിയൻ ബ്രാഞ്ച് സെക്രട്ടറി ലിസ ഫിറ്റ്സ്ബർഗ് 4 വർഷത്തിനുള്ളിൽ 23% വരെ ശമ്പള വർധനവ് ഉണ്ടാകുമെന്ന് പറഞ്ഞ ശമ്പള ഇടപാട് ഇന്നലെ ഫെസ്റ്റിവൽ ഹാളിൽ നടന്ന 3000 പബ്ലിക് സെക്ടർ നഴ്സുമാരുടെ സംസ്ഥാനതല യോഗത്തിൽ നിരസിക്കപ്പെട്ടു. മിസ് വേൾഡ് ഓസ്ട്രേലിയയും കൂടെയുള്ള ടീനേജ് മോഡൽസിനെയും സൗത്ത് പാർക്ക് ഷോപ്പിംഗ് സെന്ററിൽ വെച്ച് ഒരു സ്ത്രീ ആക്രമിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് 46-കാരിയായ സ്ത്രീയെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.